ഇത് എന്ത് ഇലയാണെന്നറിയാമോ? ഇത് എനിക്ക് ഇതിപ്പോൾ രണ്ടാമത്തെ തവണയാണ് കിട്ടണത്. ആദ്യമായിട്ട് കിട്ടിയപ്പോൾ ഞാനും വിചാരിച്ചു ഇതെന്താ, ഞാൻ ആദ്യമായിട്ട് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല കേട്ടോ. പിന്നീട് ഞാൻ സെർച്ച് ചെയ്തൊക്കെ നോക്കി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് മലബാർ ചീരയാണെന്ന്. അപ്പോൾ ഇത് പിന്നെ തോരനൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ എനിക്ക് ചീര കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇത്തവണ ഒരു ചീര പരിപ്പ് കറിയും കൂടി ആക്കിയാലോ എന്ന് വിചാരിച്ചു. എല്ലാ തവണയും ഒരുപോലെ തന്നെ കഴിക്കുമ്പോൾ ബോറടിക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറുപയർ പരിപ്പാണ് എടുത്തത്. ഏത് പരിപ്പ് എടുത്താലും കുഴപ്പമില്ല കേട്ടോ, മസൂർ ദാലോ മറ്റേ തോരപ്പരിപ്പോ ഏതെടുത്താലും കുഴപ്പമില്ല. ഇപ്പോൾ ചെറുപയർ പരിപ്പും ഒരു 4 അല്ലി വെളുത്തുള്ളിയും ഒരു പച്ചമുളക് കീറിയതും കുറച്ച് ജീരകവും കൂടി ഇട്ട് കുക്കറിലിട്ട് വേവിച്ചു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തക്കാളി വേണമെന്നുള്ളവർക്ക് തക്കാളി ചേർക്കാം കേട്ടോ. അതെല്ലാം വേവിച്ച് മാറ്റി വെച്ചു. പിന്നെ ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ച് ചെറിയ ഉള്ളിയും വറ്റൽമുളകും കൂടി ചേർത്തൊന്ന് മൂപ്പിച്ച് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയും കൂടി ചേർത്തു. ചീര ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി കേട്ടോ. അതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തൊന്ന് ചൂടാക്കി. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ കുക്കറിൽ വേവിച്ച് വെച്ചിരുന്ന പരിപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിനകത്ത് വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് തവിയും കൊണ്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതി. പരിപ്പ് ഞാൻ ഈ ഒരു പാകത്തിലാണ് വേവിച്ചേക്കണം, കാരണം ഇനി നമ്മളിതൊന്ന് തിളപ്പിച്ച് വരുമ്പോഴേക്കും കറക്റ്റ് പരിപ്പിൻ്റെ ആ ഒരു വേവ് പാകമാവും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തു. പരിപ്പൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചും കൊടുത്തു. ഇനി കുറച്ച് വെള്ളം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇത് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ പരിപ്പ് കറി റെഡി ആയിട്ടോ. ചോറിൻ്റെ കൂടെയും അത്യാവശ്യം ചപ്പാത്തിയുടെ കൂടെയൊക്കെ പോകും. പിന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒഴിച്ച് കറിയായിട്ടും ഇത് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ ഒരു നാടൻ സ്റ്റൈലിലുള്ള ചീരപ്പരിപ്പ് കറിയാണ് കേട്ടോ ഇത്. നോർത്ത് സ്റ്റൈലിലേക്ക് വരുമ്പോൾ വേറെ ടേസ്റ്റ് ആവുന്നതാണ്. ഇത് നമ്മുടെ ഒരു നാടൻ ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.